നമസ്കാരം. ഞാൻ വിനോദ് ഗീതാഞ്ജലി. ആദ്യമായി കർണാടക സംഗീതത്തിൽ സമഗ്രമായ സംഭാവനകൾ നൽകിയ മൺമറഞ്ഞു പോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ പ്രഗത്ഭരായ എല്ലാ വാഗ്ഗേയകാരന്മാരെയും സംഗീത പ്രതിഭകളെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെയും നന്ദിയോടെയും സ്മരിക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ആദ്യമായി കർണാടക സംഗീതത്തിലെ പിതാവ് എന്നറിയപ്പെടുന്ന 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പുരന്ദരദാസർ എന്ന മഹാവാഗ്ഗേയകാരൻ. അദ്ദേഹം കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നു. കർണാടക സംഗീത ശാഖയിൽ ഗീതങ്ങൾ എന്ന് പറയുന്ന ചില ബിഗിനിങ് ടു എൻഡ്, ആദ്യ അവസാനം വരെ സ്വരങ്ങളും സാഹിത്യവും മാത്രം, പല്ലവി അനുപല്ലവി ചരണങ്ങളൊന്നുമില്ലാതെ ഗീതങ്ങൾ എന്ന് പറയുന്നൊരു ശാഖയെ നമ്മളിലേക്ക് പരിചയപ്പെടുത്തിയ മഹത് വ്യക്തിത്വം, മഹാസംഗീതജ്ഞനായിരുന്നു ശ്രീ പുരന്ദരദാസൻ. അദ്ദേഹത്തിൻ്റെതായ ഒരു പെന്നയും ഒരു മുദ്ര ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ആ മുദ്ര എവിടെയെങ്കിലും അത് ആ സ്വാധീനം ചെലുത്തിയിരിക്കും. പുരന്ദര വിഠല എന്ന് പറയുന്ന ഒരു മുദ്രയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ഉണ്ടായിരുന്നത്. അതിനുശേഷം 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ട്രിനിറ്റി ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്ന 3 ജെംസ് സമകാലീനായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് സംഗീതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് സമഗ്രമായ ഒരുപാട് ഒത്തിരി സംഭാവനകൾ കർണാടക സംഗീതത്തിന് കൊടുത്ത 3 ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ. ഇതിൽ മുത്തുസ്വാമി ദീക്ഷിതർ മഹാപണ്ഡിതനായ ഒരു വീണ വിദ്വാൻ കൂടിയായിരുന്നു. അദ്ദേഹം ഒട്ടനവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗണപതി സ്തുതി, ഗണപതി കീർത്തനം, വാതാപി ഗണപതിം ഭജേ, ഹംസധ്വനി എന്ന് പറയുന്ന രാഗത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണത്. അത് കൂടാതെ ഗൗള എന്ന് പറയുന്ന രാഗത്തിൽ അതും ഗണപതിയെ സ്തുതിക്കുന്നു. ശ്രീ മഹാഗണപതിരവതുമാം, അതും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അവരുടെ ഒപ്പം ആ കാലയളവിൽ തന്നെ ഉണ്ടായിരുന്ന ത്യാഗരാജസ്വാമികളും ഒരുപാട് നല്ല കൃതികൾ, ഒട്ടനവധി നല്ല കൃതികൾ നമ്മളുടെ സംഗീതത്തിന് വേണ്ടി സമർപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പഞ്ചരത്ന കൃതികൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പഞ്ചരത്ന കൃതികൾ 5 രാഗങ്ങളിൽ, ആരഭി, നാട്ട, ശ്രീരാഗം, വരാളി, ഗൗള എന്ന് പറയുന്ന 5 രാഗങ്ങളിൽ ചെയ്ത പഞ്ചരത്ന കൃതികൾ ശ്രേഷ്ഠമാണ്. സംഗീതത്തിലെ മഹത്തരമായ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മുഖം, ഒരു മുദ്രയുണ്ടായിരുന്നു. അത് ത്യാഗരാജു എന്ന് ഒക്കെ അതെവിടെയെങ്കിലും പ്രതിപാദിച്ചിരുന്നു. അടുത്തതായി ഇതേ കാലയളവിൽ ജീവിച്ചിരുന്ന ശ്യാമശാസ്ത്രികൾ. അദ്ദേഹവും നല്ലൊരു വാഗ്ഗേയകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി കൃതികൾ നമ്മൾ ഒത്തിരി സംഗീതജ്ഞർ പാടുന്നു, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന. ഉദാഹരണത്തിന് സരോജദളനേത്രി ഹിമഗിരി പുത്രി, ശങ്കരാഭരണം എന്ന രാഗത്തിൽ ചിട്ട ചെയ്ത അദ്ദേഹത്തിൻ്റെ ഈ കൃതി വളരെ പോപ്പുലറാണ്. അതുപോലെ ഒട്ടനവധി കൃതികൾ. ഇപ്പോൾ അത് പേരെടുത്ത് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അടുത്ത വരുന്ന വീഡിയോയിൽ ഞാൻ ഓരോരുത്തരെയും വളരെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അത് കൂടാതെ നിരവധി ശ്രേഷ്ഠരായ സംഗീതജ്ഞരാൽ സമ്പന്നമായിരുന്നു നമ്മളുടെ കർണാടക സംഗീത ലോകം. ഭദ്രാചലം രാമദാസൻ, മൈസൂർ വാസുദേവാചാര്യർ, പട്ടണ സുബ്രഹ്മണ്യർ, വേദനായകൻ പിള്ള, പിന്നെ ഊത്തുക്കാട് വെങ്കട സുബ്രയ്യർ, ജി എൻ ബാലസുബ്രഹ്മണ്യം,
പിന്നെ പാപനാശം ശിവൻ, അങ്ങനെ ഒട്ടനവധി ഇനിയും പേര് പറയാത്തവർ ഉണ്ട്, വിട്ടുപോയിട്ടുള്ളതാണ്. അങ്ങനെ ഒത്തിരി നിരവധി സംഗീതജ്ഞരാൽ സമ്പന്നമായിരുന്നു നമ്മളുടെ ഈ കർണാടക സംഗീത ലോകം. അതുപോലെ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ മഹാരാജാവ് സ്വാതി തിരുനാൾ, അദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള കൃതികൾ, ഒട്ടനവധി കൃതികൾ നമ്മൾക്ക് അദ്ദേഹം തന്നിട്ടാണ് പോയത്. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള മുദ്രയുണ്ടായിരുന്നു. അത് ശ്രീപത്മനാഭ സ്വാമിയുടെ ദാസനായിരുന്ന അദ്ദേഹം, പങ്കജനാഭ, പത്മനാഭ, അതുപോലെയുള്ള മുദ്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പത്മനാഭ പാകി ദ്വിപസാര, അങ്ങനെ ഒരുപാട് നല്ല കൃതികൾ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ യുഗത്തിൽ ഇതിഹാസ പാത്രമായിരുന്ന മഹാസംഗീതജ്ഞൻ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ, അദ്ദേഹവും നമ്മൾക്ക് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കയ്യൊപ്പോടുകൂടിയുള്ള ഒരുപാട് കൃതികൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഹരികാംബോജി രാഗത്തിൽ ജനിച്ച മഹതി എന്ന ഒരു രാഗം അദ്ദേഹം നമ്മൾക്ക് വേണ്ടി തന്നു, കർണാടക സംഗീതത്തിന് സമർപ്പിച്ചു. പിന്നെ സഗപസ ഷഡ്ജവും സാധാരണ ഗാന്ധാരവും, പ്രകൃതി സ്വരങ്ങളായ ഷഡ്ജവും പഞ്ചമവും കൂടാതെ സാധാരണ ഗാന്ധാരം മാത്രം ഉപയോഗിച്ച് ഗണപതി എന്ന് പറയുന്നൊരു രാഗം അദ്ദേഹം നമ്മളുടെ സംഗീത ലോകത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു കൃതിയാണ്. കൂടാതെ ഒട്ടനവധി പ്രഗത്ഭരായ സംഗീതജ്ഞരാൽ സമ്പന്നമാണ്. ഞാൻ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സമ്പന്നമാണ് നമ്മുടെ ഈ സംഗീത ലോകം. ഇനിയും ഇതുപോലെ നല്ല വിഷയങ്ങളുമായി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നമസ്കാരം.